ഏതോ ഒരു പഴയ വീടല്ലത്, അതായത് പഴയ സിനിമയിലൊക്കെ കണ്ടില്ലേ ഇങ്ങനത്തെ ഒക്കെ ഒരു വീട്. ഇതാണോ സംഭവം? ഈ കാണുന്ന റെഡ് ഉണ്ടല്ലോ, എന്താ സംഭവം എന്നറിയാം എനിക്ക്? ഇതാണ് സംഭവം. വെൽക്കം ബാക്ക്, ഷെബിയാണ്. നല്ല ഫുഡ് കഴിച്ചിരുന്നു, അതുകൊണ്ടാണ് അത്ര എനർജറ്റിക് ആയിട്ട് പറയുന്നത്. അപ്പോൾ പ്ലാനിങ് ഇല്ലാത്ത മറ്റൊരു യാത്രയിലേക്ക് വീണ്ടും സ്വാഗതം. വെറുതെ അറിയാട്ടോ, സത്യം പറഞ്ഞാൽ കോഴിക്കോട് പോവാണ്. അപ്പോൾ അങ്ങനെ വെണ്ണയിൽ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഇങ്ങനെ പോവാണെങ്കിൽ ഇപ്പത്താ വലിയ പരിപാടിയൊന്നുമില്ല, അതിന് പോലെ അവിടെ ഫുഡ് കഴിച്ചപ്പോൾ കിട്ടിയല്ലേ നമ്മൾ വാങ്ങിയതാ ഐലൻഡ് തേങ്ങോട്ടായി ഉണ്ട്. ഞാനൊരു ടേസ്റ്റ് ഐസ്ലാൻഡ് ഇത്, പക്ഷെ ഐലൻഡ് വായിക്കുക അതറിയില്ലല്ലോ ഇതുവരെയായിട്ട്. അല്ലേ എവിടെയാണല്ലോ ഇടയ്ക്കില്ലേ കഴിഞ്ഞ് ബ്ലോക്കപ്പെട്ടു ഗായ്സ്, ബ്ലോക്കപ്പെട്ടു. സംഭവം എന്താ വെച്ചാല് കുറേ ദിവസത്തേക്ക് നമ്മൾ കോഴിക്കോട് പോയിട്ട് എങ്ങോട്ടാണ് ആ ചെങ്ങായി കയറുന്നില്ലേ? ബ്ലോക്ക് ഉണ്ടാക്കി കൊടുക്കണ്ട അവിടെ. നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ ഇട്ടില്ലല്ലോ, നൈറ്റ് ലൈഫ് കൊച്ചിയല്ല കോഴിക്കോട് ബീച്ച് കൂടെ ഇങ്ങനെ നടന്നുകൊണ്ട് അന്ന് പോയതാ. പിന്നെ നമ്മൾ ഇതുവരെ പോയില്ല. അപ്പം ആ ഒരു ഓർമ്മ പുതുക്കാൻ വേണ്ടിയിട്ട് നമ്മളിന്ന് കോഴിക്കോട് ബീച്ചിൽ പോവാണ്. ഇത് ബ്ലോക്ക് ഇതിൽ കാണുന്നില്ലല്ലോ, മാപ്പിൽ കാണുന്നില്ലല്ലോ. ഇതിപ്പോൾ രണ്ടാമത്തെ ബ്ലോക്ക് കേട്ടോ. ഒന്ന് ഇവിടെ നമ്മൾ കൊണ്ടോട്ടി എത്തുന്നതിന് മുമ്പായിട്ട് ഒരു ബ്ലോക്ക് പെട്ടു, അത് കഴിഞ്ഞോ? മഞ്ഞ ബൾബുകൾ കത്തുന്നുണ്ട് അവിടെ, ചോപ്പും കത്തുന്നു. എന്താ പരിപാടി? വൈദ്യരങ്ങാടി, നമ്മള് വൈദ്യന്മാർ കൂടുതലാ. ഇനി ഇവിടുന്ന് കോഴിക്കോട്ടേക്ക് 20 കിലോമീറ്റർ കേട്ടോ. കാപ്പാട് ബീച്ചിക്കാണെങ്കിൽ 40 കിലോമീറ്റർ. രാമനാട്ടുകാരേട്ടത്, രാമനാട്ടുകര ടൗണിലെത്തി. ഇനി ഇവിടുന്ന് ഇനിയിപ്പോൾ എത്ര കിലോമീറ്ററാ? 16 കിലോമീറ്ററോ ഒക്കെ ഉള്ളു. അരമണിക്കൂർ കൊണ്ട് നമ്മൾ അവിടെ എത്തുന്നൊക്കെ പറയുന്നത്. ബ്ലോക്ക് ഉണ്ടെങ്കിൽ അരമണിക്കൂറൊക്കെ കണക്കാവും ചെയ്യും. എന്നാലും നമ്മൾ കോഴിക്കോട് പോവല്ലേ? ഞാൻ വിളിച്ചറിഞ്ഞ് പോയാലോ? കോഴിക്കോട് പറഞ്ഞിട്ട് 500 വെച്ച് ഇങ്ങനെ വാങ്ങിയാൽ മതി. 4 ആൾക്കാർ ബാക്ക് കയറ്റുക. ഞങ്ങൾക്ക് കൊണ്ടിട്ടോ ഫോണൊക്കെ. മലപ്പുറം വെട്ടിക്കണമെന്നുള്ളത് ഈ വണ്ടിയാണ് നമ്മളറിയാം. ടൗൺ ബസ് കാണുമ്പോൾ സിറ്റി വരുമ്പോൾ തന്നെ ടൗൺ വരിക. ക്ലൈമറ്റ് ഉഷാറാണ്, നല്ല മൂടി നിൽക്കുന്നുണ്ട്. ഒരു സൈഡില്, ഇപ്പുറത്തെ സൈഡില് നല്ല ചെറുക്കുള്ളത്. നേരെ തിരിച്ചാണ് അവിടെ. നമ്മളോട് വെള്ളത്തിൽ കൂടെ പോകാൻ അറിയണത്. നീന്തൂലേ? നീന്തുക. ഇത് ഫറൂഖ് പുതിയ പാലാട്ടത്. ഇതൊന്നും ഉണ്ടാക്കി പതുക്കെ പറഞ്ഞാൽ മതി. ഫറൂഖ് പുതിയ പാലാണല്ലോ ഇത്. മറ്റേ പാല എവിടുത്തെ? അതല്ലേ? എന്താല്ലേ വൈബന്നെ. സത്യം പറയാൻ എൻ്റെ 500 രൂപ വെള്ളത്തിലായി. ഞാൻ വെറുതെ വണ്ടിയാക്കി. മയത്തൊന്നും അതിന് അങ്ങനെ ഇനി കാര്യങ്ങള്. കോഴിക്കോട് മഴ
ഞായറാഴ്ച ആയതുകൊണ്ടേക്കാറില്ലേ ഈ ഒരു തിരക്കില്ലാത്ത പോക്ക്. സാധാരണ ഞാൻ കണ്ട കോഴിക്കോട് ഇങ്ങനെ അല്ല. ഇല്ല, എന്നാലും തിരക്കൊന്നുമില്ല. എന്നാളും നമ്മൾ വന്നപ്പോൾ ഇവിടെ എത്ര നിന്ന് നമ്മൾ ഓർമ്മയില്ലേ, ആ ബ്ലോക്ക് പെട്ട് നിന്ന് മയത്ത് വയ്ക്കാണ്ട് കടപ്പുറം ബീച്ച് കൂടെ ഇങ്ങനെ കറങ്ങി ഇങ്ങനെ നടക്കണം. അതൊരു വൈബകരം നല്ല. പിന്നെ നമ്മളിപ്പോൾ ഇവിടെ എത്തിയെന്ന് മനസ്സിലായില്ലേ. ഇപ്പോൾ കോഴിക്കോട് വന്നു കഴിഞ്ഞാൽ എന്തായാലും ഇവിടെ റിട്ടേൺ വരും, അത് ഉറപ്പാണ്. മറ്റൊന്നുമല്ല, വെറുതെ ഒരു രസം ഇങ്ങനെ നിൽക്കുന്നിട്ട് ഈ ഒരു സമയമാകുമ്പോൾ എന്താ അറിയോ, തിരക്കൊരൽപ്പം കുറവുണ്ടാവും. വാണെങ്കിൽ ഇവിടെ നിർത്തി നമുക്ക് ആ തിരക്ക് പോലെ ഒന്ന് വേണമെങ്കിൽ ചാടിയൊക്കെ ചെയ്യാം. ബീച്ചിലാട്ടപ്പോളെ നമ്മളിങ്ങനെ വന്ന് ഇവിടെ ബീച്ചിലെത്തി. സത്യം പറഞ്ഞ പെരയിൽ ഞാൻ ഇവിടെ എടുത്തുണ്ടാവും എന്ന് പറഞ്ഞ് പോകുന്നത്. ഞാൻ ഇങ്ങനെ എത്തും ഞാൻ അറിയില്ല. ഇവിടെ എന്താന്നറിയില്ല, നമ്മൾ നോക്കുന്നിടത്ത് മൊത്തം കാളക്കൂട്ടങ്ങളാണല്ലോ. ഇവിടെ 1-2 കാളകൾ ഇവിടെ ഓരോ വളവിലും കാണുന്നുണ്ട്. ഇപ്പോൾ ഇതാ ക്യാമറ ഉണ്ടാക്കിയപ്പോൾ ഒറ്റൊന്നും കാണുന്നില്ല. വെള്ളത്തിലൂടെ ഓടുന്ന JCB കണ്ടില്ലല്ലോ നിങ്ങള്? ഇതാ കണ്ടോളി, ആരാണ്ടത്. ഇപ്പുറത്തെ ഫിഷിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡ്രൈവർ കാച്ചനേക്ക് കാക്കച്ചൊക്കെ ഇതാ കുളിച്ച് തോത്തലടങ്ങി. ഒരു വൈബ് തന്നെ നോക്കിയിരുന്നാ മതി. വണ്ടിയൊക്കെ അത് വെറുതെ ആയി. അതിൻ്റെ ആകെ വെള്ളം ഇപ്പോ. കൊടുക്ക നമ്മളിപ്പോൾ ഏകദേശം ഒരു 5 മണി വരെ ഉണ്ടേനു അവിടെ. പിന്നെ ഇങ്ങനെ ഇപ്പോൾ ബോറടിച്ച് നമ്മളിപ്പോൾ നേരെ തിരിക്കണിഞ്ഞ് നമ്മളൊന്ന് കടലുണ്ടിപ്പുഴ വരെ ഒന്ന് പോയി നോക്കണം. കടലുണ്ടി അവിടെ പോയിട്ട് അവിടെ എങ്ങനെ നോക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മളിനി നേരെ നാട്ടിലേക്ക് തിരിക്കും. ഇതാണ് പരിപാടി കേട്ടോ. അപ്പം നീ പോയോക്കല്ലേ. കോഴിക്കോട് മാങ്കാവിലാണുള്ളത്. എന്താ പറയുക, ഭയങ്കര ബ്ലോക്കാട്ടോ ഇവിടെ. എവിടുന്നാണ് ഈ ബ്ലോക്ക് ഇവിടെ വരുന്ന പോലെ? ഇപ്പം എത്ര നേരം നിൽക്കണതില്? കുറച്ച് സമയം ഉണ്ട് ഇനിയിപ്പോൾ എന്തായാലും. പിന്നെ എന്താ 2 റൂട്ട് ഉണ്ടല്ലോ. ഇനി 12 കിലോമീറ്ററും കൂടി നമ്മൾ പോയി കഴിഞ്ഞാൽ കടലുണ്ടി തിരിയാൻ കുറച്ചും കൂടി പോവാണ്ട്. അതിൻ്റെ ഇടയിൽ വലിയൊരു ബ്ലോക്ക് വരാണ്ട്. എന്തൊക്കെയുണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിനി അവിടെ എത്തുള്ളൂ. 5:51 പറയുന്നത്. ഉറപ്പില്ല, തീരുമാനമാവും മിക്കവാറും. ആയിക്കോട്ടെ, എന്നാ പിന്നെ നേരെ നമ്മുടെ യാത്രയിലേക്ക്. ഇങ്ങനത്തെ 2 മുമ്പ് ചാടിയാൽ മതി. ഇനി എൻ്റെ ബാക്കിൽ ഇങ്ങനെ പിടിച്ച് കടിച്ച് പോവാൻ. ഇനി അവരാണെങ്കിൽ സൈഡും തരൂല. കുണ്ടായിത്തോട് ഇവിടെ എത്തിയപ്പോക്ക് ചെറുതായിട്ട് ഇങ്ങനെ മഴ പെയ്യുന്നുണ്ട്. അവിടത്തെ പോക്ക് ഇനി എന്താവുന്നുള്ളൊരു ഐഡിയ ഇല്ല. ഗസ് ചെയ്യാൻ പറ്റും അവിടെ മഴ ഉണ്ടോ ഇല്ലയെന്ന്? ഉറപ്പാ? എന്നാ നോക്കാം, മഴ ഉണ്ടോക്കാം. ബ്ലോക്കാണ് ഗൈസ്. ഈ കാണുന്ന റെഡ് ഉണ്ടല്ലോ, എന്താ സംഭവം എന്നറിയാം എനിക്ക്? ഇതാണ് ആ സംഭവം, മുടിഞ്ഞ ബ്ലോക്ക്. എൻ്റെ വൈപ്പർ ഇട്ടോ, എനിക്ക് ഫോക്കസ് ഇട്ടില്ലട്ട്. ഓക്കെ, മുടിഞ്ഞ ബ്ലോക്കാണ് ഇവിടുന്ന്. എത്ര മിനിറ്റ് ഉണ്ടാവും അറിയില്ല. മാപ്പിലൊക്കെ കട്ട ചോപ്പാണ്. ഇവിടെ എന്തോ ഒരു പരിപാടി ഉണ്ട് കേട്ടോ. അതാണ്
ചിലപ്പോ എന്തോ ഉദ്ഘാടന പരിപാടിയാണോ അതോ അമ്പല പരിപാടി? അമ്പല പരിപാടി ഇല്ല, അതിന് ഇങ്ങനെ തോന്നുന്നില്ലല്ലോ. ഉദ്ഘാടന പരിപാടി തോന്നുന്നുണ്ട്. അപ്പൊ ഇതാ പരിപാടിന്റെ ബ്ലോക്ക് അല്ല ഇപ്പൊ ഇത്, വേറെന്തോ ആണ്. മുഹബത്ത് തോന്നുന്നു, മുഹബത്ത്. തിരിഞ്ഞിട്ടാണ് ഇനി ഒരു ഗതികേട്. ഇവിടുന്നാണ്ട് തിരിയാണി എന്താ റേസൊക്കെ കളിക്കുന്നത്. ഫോക്കസ് ഇട്ടില്ല വൈപ്പർ ഇട്ടാ. ഞാൻ ഇങ്ങനെ പറയാൻ കേട്ടിട്ട് ഈ വൈപ്പർ ഇട്ടോണ്ട് ഒക്കെ ഇൻഡിക്കേറ്റർ ഇട്ട് നിർത്തിയേക്കുക. ഫോണിലല്ലോ. തോറ്റു തരില്ല. City Road for 1.5 kilometers. കടലുണ്ട് തിരിയാന് പോവാന്ന് എന്നോടാണ്. ഇത് റിയാസ് അതിന്റെ ബ്ലോക്ക് ആട്ടെ നേരത്തെ കണ്ട്. ഇനിയും ഒരു വഴി കൂടെ പോണെന്ന് അറിയണത്. പോവില്ലേ വഴി കൂടെ? വെറുതെ കയറി വെക്കണം അതിൻ്റെ ഉള്ളിലത്തല്ലേ ഇതൊക്കെ ഇങ്ങോട്ട് താഴത്തേക്ക പഴയ പാലോ. റബ്ബേ എത്തണോ പോണോക്കി വൈബന്നെ. നമ്മള് വരുമ്പോ തന്നെ നമ്മളൊപ്പം പോകാനില്ലേ സംഭവം കളറായിരുന്നു. അപ്പുറത്തൊരു ട്രെയിൻ പോവും. ഇവിടെ ഇതുപോലെയല്ലേ ലൈറ്റ് തന്നെ രാത്രി തന്നെ. എന്നാ അവിടെ ലൈറ്റും കാണാം. ഇതിലോട്ട് ഇറങ്ങി പോകും. എന്നിട്ട് തരംഗം വൈ തുടങ്ങി. ഇതിന്റെ മേലെ കൂടെ അല്ലേ ആ ട്രെയിൻ പോയത്? അതിന്റെ മേലെ കൂടെ വണ്ടിന്റെ പാർസൊക്കെ പറക്കും. ഒരു കാര്യമില്ലാതെ വെറുതെ ഹോൺ അടിച്ച. ഈ ഓടും കമ്പനി ഇപ്പൊ വർക്ക് ചെയ്യലുണ്ടോ? ഞങ്ങൾ ആദ്യം വന്നില്ല. ഞാൻ 4ാം ക്ലാസ് പഠിച്ചിട്ട് അവിടുന്ന് സ്കൂളിൽ നിന്ന് ടൂർ വന്നു ഇങ്ങോട്ട്. ഓടും കമ്പനിക്ക് സ്ലോലി പതുക്കെ പോകാനറിയാം. എന്ത് പറഞ്ഞിട്ട് വണ്ടി പോവില്ല. ഞായറാഴ്ച ഓ അങ്ങനെ. കിലോമീറ്റർ മാത്രം. ഇവിടെ ബ്ലോക്ക് ഉണ്ട്. ഈ മഴ എന്തെങ്ങനെ എന്നാ ശരിക്കും പെയ്യ വെച്ചാ അതുമില്ല. എന്നാ പിന്നെ അങ്ങ് പെയ്യാതിരുന്നൂടെ? എന്തപ്പോ അവിടെ പോയാ കാണുമോ? ഇതാണോലെ സംഭവം. റോഡ് ഒരു കടകട റോഡും. വേണ്ട, ഞാൻ വണ്ടി കഴുകിയത് ഇല്ലാതാക്കല്ലേ. ഉറപ്പേ മിക്കവാറും ടയറിന്റെ പരിപാടി ഇപ്പൊ തന്നെ കഴിയും. എന്താ റെയിൽവേയിൽ പാണല്ലോ എന്ത് നിനക്ക് ഗോഡൗൺ ഇതാണ് ഒന്ന് ഒക്കെ അടച്ചിക്കണ്. ഒക്കെ അതങ്ങോട്ട് തിരിച്ചു വരുന്നുണ്ട്. ഞാൻ കേക്ക് കൊടുത്തച്ചിന്റെ വണ്ടിന്റെ അവസ്ഥ ഇനിയിപ്പോ മാറാൻ പോവുകയാണ്. അല്ലെങ്കിൽ അങ്ങനെയല്ലേ തീരുമാനമായി. ട്രെയിൻ പോയപ്പോ ഒന്ന് പഠിച്ചോനെ കടലുണ്ടാണ്ട് പെരന്റെ മുറ്റത്തേക്ക് 200 meters,
മുറ്റത്ത് കൂടെ തോന്നുന്നുണ്ട് പോണതൊക്കെ. ഇതൊന്ന് മയത്തിൽ വിടുവോ? പാർക്കിംഗ് ആണോ? ഒരു 40 രൂപ ഉണ്ടാവില്ല എടുത്തെടുക്കാൻ. ഒന്നുമില്ല. കേരള വാഹനം വകുപ്പ് കടലുണ്ടി വള്ളിക്കുന്ന് അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഇത് ഇവിടെ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. കടലുണ്ടി കണ്ടല്ലോ. ഇവിടെ കയറി സൈഡ് നോക്കിക്കോ, സൈഡ് നോക്കി എടുത്തോ. പൈസ എടുക്കേണ്ടി വരും കേട്ടോ അവിടെ. അല്ലാത്തോടത്തും അല്ലാത്തോടത്ത് പൈസ എടുക്കണ്ട. ഇവിടെ ആൾക്കാരോട് പൈസ വാങ്ങാനേ. അവിടെ ആ മൂലക്കാരാ. നമുക്ക് ഇറങ്ങണം അവിടെ. എന്തായാലും വന്നില്ലേ, എന്നാ അങ്ങോട്ടേലും പോയോ? അയ്യോ വീടിന് മുറ്റാലേ. എന്നാ അങ്ങോട്ടെടുത്തോ. ഇവിടെ ഇനിയിപ്പോ ഹൗസിലും അല്ലേ? പിന്നെന്താ എല്ലാവരും മടങ്ങി പോയിട്ട് കടലുണ്ടി കാണാൻ പോയ ഞങ്ങളെ അവസ്ഥ ഗൈസ്. ഞങ്ങൾ ഇവിടെ എത്തിയപ്പോഴാട്ടോ കണ്ട്. ഏകദേശം ഒരു 6 മണി 5 മണിയാകുമ്പോ അവിടെ ക്ലോസ് ചെയ്യും. പോയവരൊക്കെ അതാ തിരിച്ചു തന്നെ. ഈ ചെങ്ങനോട് ഞാൻ അപ്പളേ പറഞ്ഞത് നടക്കൂല ഒരു പതുക്കെ പതുക്കെ പിന്നെ വണ്ടിപ്പോ ഇതാകൂല ഇപ്പൊ ചളിയാകൂലോ പേടി. റോഡാണ് ഒരു തിരിമറില്ലാത്ത. കടലുണ്ടി സ്റ്റേഷനാണ് ഈ ഒരു മുകളിൽ കാണുന്നത് ഗൈസ്. ഒരു കാര്യം ചെയ്താലോ, ഇവിടെ നിർത്തിയിട്ട് ഇവിടുന്ന് ടിക്കറ്റ് എടുത്താണ്ട് പോയാലോ? നമുക്ക് ട്രെയിനിലാകുമ്പോൾ എനിക്ക് വലിക്കും ചെയ്യും. തിരിച്ചിങ്ങോട്ട് ടിക്കറ്റ് എടുക്കുക. അല്ലാത്ത ഇതൊക്കെ റോഡാണ്, ഇങ്ങനെ നിർത്തല്ലേ? പിന്നെ പാടാ ഇവിടെ റോഡുണ്ടേ. കടലുണ്ടി റെയിൽവേ സ്റ്റേഷനാണത്. ഇതിന് മുകളിലാണ് കേട്ടോ റെയിൽ പാളല്ലേ. ഇതിങ്ങനെ ട്രെയിൻ പോകും. നമുക്ക് ഇപ്പോൾ കാണില്ല. നമ്മൾ വെറുതെ ഇവിടെ കണ്ടപ്പോൾ ഒന്ന് സൈഡാക്കിയതാണ്. വെറുതെ രസമല്ലേ, എങ്ങനെ എപ്പോഴും ഓടിനെ കാട്ടുന്നല്ലേ. ഇതൊരു പഴയ വീടല്ലത്. അതായത് പഴയ സിനിമയിലൊക്കെ കണ്ടില്ലേ അങ്ങനത്തെ ഒക്കെ ഒരു വീട്. ഈ ബംഗ്ലാവ് മാതിരി അങ്ങനൊരു വീടാണിത്. ഇത്തിരി തുറക്കുള്ളൂ. ഇവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? അല്ല ഉണ്ടെങ്കിൽ ഇതിലും പോവാം.